വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഹേമചന്ദ്രന്റെ ഫോൺ മൈസൂരിൽ നിന്നും കണ്ടെത്തി. പ്രതികളാണ് ഫോൺ ഉപേക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് പ്രതികൾ ഫോൺ മൈസൂരിൽ ഉപേക്ഷിച്ചത്. കോഴിക്കോട് നിന്നും അനൽക സെയ്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൽക, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. വയനാട് സ്വദേശിയായിട്ടുള്ള ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പൊ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഹേമചന്ദ്രന്റെ ഫോണാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മൈസൂരിൽ നിന്നാണ് പോലീസ് ഈ ഫോൺ കണ്ടെടുത്തത്. പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ ഫോൺ മൈസൂരിൽ ഉപേക്ഷിച്ചെന്ന ഒരു മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടത്തിയ തെരച്ചിലിൽ മൈസൂരിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഫോൺ കണ്ടെത്തിയത്. പ്രതികൾ ഫോൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ കേസന്വേഷണം വഴിതെറ്റിക്കാനൊരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യപ്രതിയായിട്ടുള്ള നൗഷാദും അതോടൊപ്പം തന്നെ അജേഷും ജ്യോതിഷും അത്തരത്തിലൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കേസന്വേഷണം ഏത് വഴിക്ക് പോകുമെന്ന് കണക്ക് കൂട്ടി മനഃപൂർവ്വം തെറ്റിദ്ധരിക്കാനും അതോടൊപ്പം തന്നെ തെളിവുകൾ ഇല്ലാതാക്കാനും മുഖ്യപ്രതി നൗഷാദും കൂട്ടാളികളും അതിബുദ്ധി കാണിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും നിർണായകമായത് കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ ഫോൺ മാസങ്ങളോളം ആക്റ്റീവായി നിലനിർത്തിയെന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹേമചന്ദ്രന്റെ മകൾക്കും അതോടൊപ്പം തന്നെ ഭാര്യയ്ക്കും ഒക്കെ തന്നെ ഈ ഫോണിൽ നിന്നും കോളടക്കം ഫോൺ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയ റൂട്ട് തന്നെ തെറ്റിക്കാൻ ആദ്യഘട്ടം മുതൽ ആസൂത്രിത നീക്കം നടന്നു. ഫോൺ ഒരു വഴിക്കും ഹേമചന്ദ്രൻ മറ്റൊരു വഴിക്കും നീങ്ങി. ഈ ഫോണിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷേതയുടെ ഉൾപ്പെടെ പല ഫോണുകളിലേക്കും വിളിച്ചു. സന്ദേശങ്ങൾ വന്നു. പല സന്ദേശങ്ങൾക്കും മറുപടി നൽകി. ഹേമചന്ദ്രൻ പലപ്പോഴായി മുൻപോട്ട് പോയിട്ടുള്ള റൂട്ടുകളിൽ ഫോൺ സഞ്ചരിച്ചു. അങ്ങനെ ഇത്തരത്തിൽ പോലീസിന്റെ കേസന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ഇതുമായി കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ഹേമചന്ദ്രന്റെ ഫോൺ കിട്ടിയതിലൂടെ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും പ്രതികൾ അറസ്റ്റിലായിരുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. സ്വാതി. ശരി അനൽക, വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഹേമചന്ദ്രന്റെ ഫോൺ മൈസൂരിൽ നിന്നും കണ്ടെത്തിയത്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി അത്തരം കണ്ടെത്തലുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് അനൽക സെയ്ദ് നൽകിയത്.